ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്ന് വൈകിട്ട് ഒരു പണിയില്ല എന്ന് പറഞ്ഞിങ്ങനെ വെറുതെ ചൊറിയും കുത്തിയിരുന്ന് ഇന്നിപ്പോ ദാ കൊണ്ടിരുന്ന് പണിയായിട്ട്. അപ്പൊ ചാനൽ ഇന്ന് വൈകുന്നേരം ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ചപ്പാത്തിയും ചിക്കൻ കറി ആക്കാന്ന്. അപ്പൊ അത് പോരാ, ഗ്രിൽഡ് ചിക്കൻ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഓവനുണ്ട്. നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് ഗ്രിൽഡ് ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനും പോലെ കേട്ടോ. അപ്പൊ പുള്ളിക്കാരനാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയായത് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് പറഞ്ഞാൽ വന്ന് തന്നെ സെറ്റ് ആക്കി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ശരിക്കും പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നത് ഹസ്ബൻഡാണ്. അപ്പൊ എനിക്ക് ഈ ഓവനൊന്നും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കൻ ആണ്. ഇത് കണ്ടോ, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് താണ്ട് ഇതുപോലെ ഞാനിങ്ങനെ നമ്മൾ മീൻ വറുക്കാനായിട്ട് ഇങ്ങനെ വരയത്തില്ലേ, അതുപോലെ ഞാൻ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലകളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരഞ്ഞേക്കുന്നത്. അപ്പൊ 500 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ 100 ഗ്രാം എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേഞ്ചസ് വരും. അത് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഞാൻ ഇവിടെ കാശ്മീരി മുളകാണ്. ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ എരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കാശ്മീരി മുളകാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഒരു 3 സ്പൂണ് മുളക് എടുക്കുന്നുണ്ട്. അപ്പം കാശ്മീരി മുളകാകുമ്പോൾ നല്ല കളറാണ്, എരി കുറവാണ്. അതുപോലെ തന്നെ ഏതാണ്ട് ഇത്രയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഗരം മസാല നമുക്ക് 1.5 സ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് കുരുമുളക്, എരിക്കായിട്ട് സൈഡിൽ നമ്മൾ കുരുമുളക് കൂടെ എടുക്കുന്നുണ്ട്. കുരുമുളക് പാകത്തിന് നമുക്ക് ലാസ്റ്റ് നമ്മുടെ എരിക്കനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അവനവന്റെ ഇഷ്ടമാണ് എരിയും ഉപ്പും ഒക്കെ ഉള്ളത്. ഓരോ വീട്ടിലും ഓരോ രീതിയാണ്. അതുപോലെ തന്നെ മഞ്ഞൾ പൊടി, അതും ഒരുപാട് വേണ്ട, കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം. ഞാൻ എമൗണ്ട് കാണിക്കാൻ വേണ്ടി ഇടുന്നതേ ഉള്ളൂ. ഇനി പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇത് ഫുള്ള് നമുക്ക് ഇനി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം പാകത്തിന്. പിന്നെ അത് മിക്സ് ചെയ്യുന്നതിന് കൂടുതൽ നമ്മൾ തൈരും കൂടി ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്രയും തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം പുളിയും ഉപ്പും ഒക്കെ എത്രമാത്രം വേണമെന്നുള്ളത്. അതിനനുസരിച്ച് തൈരും ഉപ്പൊക്കെ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എരി വേണമെങ്കിൽ കുറച്ചുകൂടി എരി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ. ഞാൻ ഉരുളി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പാകത്തിലുള്ള ഉപ്പും തൈരും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പേസ്റ്റ് പരുവത്തില്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ അകത്തോട്ട് നന്നായിട്ട് പെരട്ടി വെക്കുക. ഇനി ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മതി. ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് പെരട്ടി വെക്കുക. ഈ ടൈമിൽ നിങ്ങളൊന്ന് ഈ അരപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. എരി കുറവാണെങ്കിലോ ഉപ്പ് കുറവാണെങ്കിലോ പുളി കുറവാണെങ്കിലോ ഈ ടൈമിൽ തന്നെ നമ്മളതെല്ലാം കറക്ഷൻ നടത്തേണ്ടതാണ്. എന്നിട്ട് മാത്രമേ ഇതിൽ അരപ്പ് പരട്ടാൻ പാടുള്ളൂ ചിക്കനിൽ. അപ്പൊ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത സമയത്ത് അരപ്പ് ഭയങ്കരമായിട്ട് അങ്ങനെ തിക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല കുറച്ച് വെളിച്ചെണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കുറച്ച് വെള്ളം, ഒരുപാടൊന്നും വേണ്ടേ, ഒരു 1-2 സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാനാണ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ അകത്തോട്ട് ഇത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതിന്റെ അകത്തോട്ട് വെക്കണം കേട്ടോ, എന്നാലേ അരപ്പൊക്കെ പിടിക്കത്തുള്ളൂ. ഞാൻ അതിനാണെങ്കിൽ വരഞ്ഞ് നമ്മൾ മീൻ വറക്കുന്നതിലൂടെ കട്ട് ചെയ്തത് നന്നായിട്ട് ഇങ്ങനെ. ഇപ്പൊ ഞാൻ ഇതിനകത്ത് നമ്മുടെ ചിക്കന്റെ പീസിൽ നന്നായിട്ട് ഈ ഗ്യാപ്പിലെല്ലാം നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 1.5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഈ ചിക്കനകത്ത് നന്നായിട്ട് ഈ അരപ്പ് പിടിക്കത്തുള്ളൂ, ഉപ്പും പുളിയും എല്ലാം പിടിക്കത്തുള്ളൂ. നമ്മുടെ മീൻ വറക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, സെയിം പ്രൊസീജിയർ തന്നെയാണ് എവിടെയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഏകദേശം നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഓവന്റെ സെറ്റിങ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് നമ്മൾ ഓൾറെഡി മസാലയൊക്കെ പരട്ടി വെച്ചിരുന്നു നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇതിന്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം.
ഓക്കെ, പുറത്തൊന്നും അല്ലല്ലോ. യെസ്, ഇനി നമുക്കിത് അകത്തോട്ട് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓവനിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വെച്ചപ്പോ ശരിയായില്ല കേട്ടോ, അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ ഹസ്ബൻഡാണ് വെച്ച് തന്നത്. അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഗ്രില്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഗ്രില്ല് ഞാൻ ഓൾറെഡി ടച്ച് ചെയ്തു. ഇനിയിപ്പോ ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാം. അപ്പൊ ഇവിടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ നമുക്ക് എടുത്തു ഇത് റെഡി ആകാന്. അപ്പൊ 30 മിനിറ്റ് വെച്ചിട്ട് ഒരു ഭാഗം ഞങ്ങൾ റെഡി ആക്കിയിട്ട് തൊട്ട് പുറത്ത് കുറച്ച് നെയ്യ് നന്നായിട്ട് തൂത്തതിന് ശേഷം തിരിച്ചിട്ട് വീണ്ടും ഒരു 30 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പൊ ചേച്ചാ ബൈ, സീ യു.